ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് വെറൈറ്റീസ് ഓഫ് പെന്നിൻ്റെ കളക്ഷൻസ് കണ്ടാലോ. ഓക്കെ, ഫസ്റ്റ് വൺ ലിപ്സ്റ്റിക് ഗ്ലിറ്റർ പെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഇവിടെയാണ് ടോപ്പ് വരുന്നത്. ബ്ലൂ കളർ ഇങ്കാണ് ഇതിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ 10-in-1 പെന്നാണ്. ഇതിൽ 10 കളേഴ്സ് ഇങ്ക് അവൈലബിൾ ആണ്. ഓറഞ്ച്, ബ്രൗൺ, ബ്ലൂ, അങ്ങനെ 10 കളേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഗ്ലിറ്റർ പെന്നാണ്, ഷൈനിങ് ഉള്ള പെൻ. ഓക്കെ, നെക്സ്റ്റ് വൺ 4-in-1 പെൻ. പേര് പോലെ തന്നെ 4 യൂസസ് ഈ പെന്നിനുണ്ട്. ഫസ്റ്റ് വൺ സ്റ്റാമ്പാണ്. സ്റ്റാമ്പ് ഇതിൻ്റെ ക്യാപ്പ് എടുക്കുക. ഫസ്റ്റ് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റും. ഏത് പിക്ചറിൻ്റെ സ്റ്റാമ്പാണെന്ന് ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് തന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ ബബിൾസ് അവൈലബിൾ ആണ്. ഓക്കെ, തേർഡ് വൺ പെന്ന് ഉണ്ട് ഇതിൽ. ഓക്കെ, ഇതൊരു കാര്യം, ഇത് എഴുതുന്ന സമയത്ത് നമുക്കിതാ ലൈറ്റ് കത്തും. സി, നെക്സ്റ്റ് വന്നിട്ട് ഇഞ്ചക്ഷൻ പെന്നാണ്. ഓക്കെ, ഇഞ്ചക്ഷൻ പെന്നിൽ വരുന്നത് പെൻ ആൻഡ് ഹൈലൈറ്ററാണ്. ഈ ടോപ്പിൽ പെന്നുണ്ട് ആൻഡ് ഇവിടെ ഹൈലൈറ്റർ. ഈ പേനയ്ക്കുള്ള കളറായിരിക്കും ഹൈലൈറ്റർ വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഡയമണ്ട് പെൻ. ഇതിൽ ഡയമണ്ട്സ് ഉണ്ടാവും. കാണാൻ കളർഫുള്ളായിരിക്കും. ഒരുപാട് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് റെയിൻബോ പെന്നാണ്. സി, ഇതിലൊരുപാട് കളേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ പർപ്പിളാണ് വരുന്നത്. ഈ പർപ്പിൾ കളർ തീർന്നിട്ടാകുമ്പോൾ നമുക്ക് യെല്ലോ കളർ കിട്ടും. യെല്ലോ എൻഡ് ചെയ്തിട്ടാകുമ്പോൾ ഗ്രീൻ കിട്ടും. ആൻഡ് നെക്സ്റ്റ് ബ്ലൂ. ഇത് തീരുന്നതിനനുസരിച്ച് നെക്സ്റ്റ് കളേഴ്സ് വന്നുകൊണ്ടിരിക്കും. ഇത് സാധാരണ നോർമൽ പെന്നാണ്. ബ്ലൂ കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ വൈറ്റ് പെന്നാണ്. ഇതിപ്പോൾ നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടല്ല ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് എഴുതേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വൈറ്റ് പെന്ന് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് ഇൻവിസിബിൾ പെന്നാണ്. ഇൻവിസിബിൾ പെന്ന് നമ്മൾ ഫസ്റ്റ് എഴുതുക, പേപ്പറിൽ എഴുതുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല എന്താ എഴുതിയിട്ടുള്ളത്. വേറൊരാൾക്ക് കാണാൻ പറ്റില്ല. എഴുതിയാൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് ആ എഴുതിയിലേക്ക് അടിച്ചാൽ മാത്രമേ നമുക്കത് വിസിബിളായിട്ട് കാണുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഫ്ലോട്ടിംഗ് പെന്നാണ്. ഫ്ലോട്ടിംഗ് പെൻ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഞാനൊരു സ്പൂൺ എടുക്കുകയെന്ന് വെച്ചേക്കാം. സ്പൂൺ എന്തെങ്കിലും ഒരു സാധനം എടുക്കുക. അതിൽ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്യുക. നമുക്ക് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാം, വരക്കണം എന്നുണ്ടെങ്കിൽ വരക്കാം. നെക്സ്റ്റ് അത് വെള്ളത്തിലോട്ട് മുക്കി വെക്കുക. മുക്കി വെക്കുന്ന സമയത്ത് നമുക്ക് അത് സ്റ്റിക്കറായിട്ട് എടുക്കാൻ പറ്റും. ഒരു 5 സെക്കൻഡ് നമ്മൾ വാട്ടറിൽ മുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അതെടുത്താൽ ഏതിലാണോ നമ്മൾ വരച്ചിട്ടുള്ളത് അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അത് സ്റ്റിക്കർ രൂപത്തിൽ എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഫ്ലോട്ടിംഗ് പെൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്ലോ പെൻസ് ആണ്. ഗ്ലോ പെൻസ് നമ്മളൊരു പിക്ചർ പേപ്പറിൽ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ കളർ ഇങ്ങനെ ചെയ്യണമെന്നില്ല. വായിൽ വെച്ചിട്ട് ഊതി കൊടുത്താൽ അത് കളർ പിക്ചറിലോട്ട് സ്പ്രെഡായി പോകും. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ലൊരു പേനയാണിത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ലൈനർ പെന്നാണ്. ഇവിടെ കുറേ ലൈൻസ് കൊടുത്തിട്ടുണ്ടോ, ഫ്ലവേഴ്സ് ഉണ്ട്, സ്റ്റാർസ് ഉണ്ട്. ഇതൊക്കെയാണ് ലൈനർ പെന്നിൽ വരുന്നത്. നമ്മൾ ലൈനായിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ ഫ്ലവേഴ്സും ഡോട്ടഡൊക്കെ നമുക്ക് കിട്ടും. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഹീറോ പെന്നാണ്. ഹീറോ പെനയുടെ കോപ്പീസാണിത്. ഇതിൽ ഇങ്കും അവൈലബിൾ ആണ്. ആൻഡ് നെക്സ്റ്റ് ഇതും ഒരു ടൈപ്പ് ഓഫ് ഹീറോ പെന്നാണ്. ഇതിലും ഇങ്ക്സ് അവൈലബിൾ ആണ് നമുക്ക്. ആൻഡ് പിന്നെ വരുന്നത് ഒറിജിനൽ ഹീറോ പെനാണ്. നമുക്കറിയാം
ഹീറോ പേനയുടെ ഒറിജിൻ എന്ന് പറയുന്നത് ചൈനയാണ്. അവിടുത്തെ പ്രീമിയം ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി ഹീറോ പേനയാണ് ഇത്. അപ്പം ഇത് നമ്മുടെ കയ്യിൽ 1 പീസ് മാത്രമേ ഉള്ളൂ. പെൻസിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കുന്ന് റെയിൽവേ റോഡിൻ്റെ മിഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യുക. താങ്ക് യു. Mega Mart. Make your choosy.